നമുക്കിന്ന് ഇലക്ഷൻ കമ്മീഷനെ പറ്റി നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു സുകുമാർ സെൻ. 1951-52 കാലയളവിൽ നടന്ന ആദ്യ ജനറൽ ഇലക്ഷനിൽ 17 കോടിയിലധികം വോട്ടർമാരുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണം ആർട്ടിക്കിൾ 326. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നും അറിയപ്പെടുന്ന ഈ ആർട്ടിക്കിളാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം നൽകുന്നത്. ഓർമ്മിക്കേണ്ടത്, ഇതൊരു ഭരണഘടനാപരമായ അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. 1988 വരെ ആർട്ടിക്കിൾ 326 പ്രകാരം വോട്ടവകാശം 21 വയസ്സായിരുന്നു. 1988 രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന 61ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് അവകാശം 21 നിന്നും 18 വയസ്സായി കുറച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ. 17ാമത് ജനറൽ ഇലക്ഷന് 90 കോടിക്ക് മുകളിൽ വോട്ടർമാരുണ്ടായിരുന്നു. ഞാൻ ജനറൽ ഇലക്ഷൻ എന്ന് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഇലക്ഷനെ നമുക്ക് 3ആയി തിരിക്കാം. ജനറൽ ഇലക്ഷൻ അഥവാ ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള ഇലക്ഷൻ. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റിന് 3 ഭാഗങ്ങളാണുള്ളത്: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, പിന്നെ ജുഡീഷ്യറി. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും അധികാരങ്ങളുള്ള ഫെഡറൽ സംവിധാനമാണ് നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് 2 ഭാഗങ്ങളായി തിരിക്കാം: കേന്ദ്രവും സംസ്ഥാനവും. കേന്ദ്രത്തിൽ പാർലമെന്റും സംസ്ഥാനങ്ങളിൽ നിയമസഭയും. പാർലമെന്റ് രാജ്യസഭയും ലോക്സഭയും ചേർന്നതാണ്. 250 സീറ്റ് കപ്പാസിറ്റിയുള്ള രാജ്യസഭയിൽ നിലവിൽ 245 അംഗങ്ങളാണുള്ളത്. ഇതിൽ 233 എണ്ണം നിയമസഭയിൽ നിന്നും ബാക്കി 12 എണ്ണം പ്രസിഡന്റും നോമിനേറ്റ് ചെയ്യുന്നു. ലോക്സഭയിലാവട്ടെ മൊത്തം 552. നിലവിൽ 545, അതിൽ 530 സ്റ്റേറ്റും 20 എണ്ണം യൂണിയൻ ടെറിട്ടറിയും പിന്നെ 2 എണ്ണം ആംഗ്ലോ ഇന്ത്യൻസിനെയും പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ജനുവരി 2020 വന്ന 104ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്നത് നിർത്തലാക്കി. ഭരണഘടനയുടെ പാർട്ട് 15 ആർട്ടിക്കിൾ 324, 329 വരെയാണ് ഇലക്ഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 324 അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകണമെന്ന് പറയുന്നു. പാർലമെന്റ്, സംസ്ഥാന നിയമസഭ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ഈ ഇലക്ഷൻ കമ്മീഷനായിരിക്കും നടത്തുക. ഇതിലെല്ലാം പെടുമെന്ന് കരുതരുത്. 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുക. രണ്ടും 2 ഇൻഡിപെൻഡന്റ് അതോറിറ്റീസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പാർലമെന്റ്, സംസ്ഥാന നിയമസഭ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുമ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ മറ്റെല്ലാ ലോക്കൽ അതോറിറ്റീസിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഘടന നോക്കാം. ചെയർമാൻ അടക്കം 3 പേരാണ് കമ്മീഷനിൽ ഉണ്ടാവുക. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന 3 പേർക്കും ഒരേ അധികാരവും സാലറിയുമായിരിക്കും. തർക്കങ്ങൾ ഉണ്ടായാൽ വോട്ടെടുപ്പിലൂടെ ആയിരിക്കും തീരുമാനിക്കുക. 6 വർഷമോ 65 വയസ്സോ ഏതാണോ ആദ്യം അതായിരിക്കും കാലാവധി. 1950 മുതൽ 1989 വരെ ഇലക്ഷൻ കമ്മീഷനിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 16-10-1989 ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പേഴ്സ് താൽക്കാലികമായി നിയമിക്കപ്പെട്ടു. ഈ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും, 61ാമത് അമെൻമെന്റ് ഈ ഒരു കാലത്താണ് വന്നത്. വോട്ടിംഗ് ഏജ് കുറയുമ്പോൾ സ്വാഭാവികമായും വോട്ടേഴ്സിന്റെ എണ്ണം കൂടുമല്ലോ. സോ ജോലിയും കൂടും. അതായിരിക്കാം അംഗസംഖ്യ കൂടാനുള്ള കാരണം. 1989 ഇലക്ഷൻ കമ്മീഷൻ അമെൻമെന്റ് ആക്ട് 1990 ജനുവരി 1 നിലവിൽ വരികയും തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു മൾട്ടി മെമ്പർ ബോർഡായി മാറുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. ജില്ലയിൽ നടക്കുന്ന ഇലക്ഷൻ നിയന്ത്രിക്കുന്നയാളാണ് ജില്ലാ ഇലക്ഷൻ ഓഫീസർ. സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറി എന്നിവിടങ്ങളിൽ ചീഫ് ഇലക്ടർ ഓഫീസറും പാർലമെന്റിൽ നടക്കുന്ന ഇലക്ഷൻ നിയന്ത്രിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇലക്ഷനെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ.
പിന്നെ നിങ്ങൾക്കറിയാമോ, 1982 നമ്മൾ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. 1998 ശേഷം ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. വോട്ടിംഗ് സമയത്ത് വിരലിൽ പതിപ്പിക്കുന്ന ഈ മഷിയുടെ പേരാണ് ഇൻഡെലിബിൾ ഇങ്ക്. മൈസൂർ പെയിന്റ് ആൻഡ് വാർണിഷിംഗ് ലിമിറ്റഡ് എന്ന ഒരേ ഒരു കമ്പനിയാണ് ഈ മഷി നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. 1951 ജനറൽ ഇലക്ഷന് ഹിമാചൽ പ്രദേശിൽ നിന്നും വോട്ട് ചെയ്ത ഇദ്ദേഹം 17ാമത് ലോക്സഭ ഇലക്ഷനിൽ 102 വയസ്സിൽ വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.